രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ ഫോർട്ട് പോലീസ് 2 യുവാക്കളെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. നിങ്ങൾക്കറിയാം, മാതൃഭൂമി ന്യൂസിലൂടെ ആ വാർത്തകളൊക്കെ പങ്കുവച്ചിരുന്നു. യുവാക്കളെ മർദ്ദിച്ചിട്ടില്ല എന്ന് ഫോർട്ട് പോലീസ് വിശദീകരിക്കുമ്പോഴും തങ്ങളെ മർദ്ദിച്ച് അവശരാക്കിയത് ഫോർട്ട് പോലീസാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ യുവാക്കളും കുടുംബവും. തന്റെ ഭർത്താവിനെ മർദ്ദിച്ച് അവശരാക്കിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് വികാരാധിതയായ ദിബിന്റെ ഭാര്യ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഒരാൾ അപകടം പറ്റി വരുമ്പോൾ നമുക്ക് അറിയാം അത് ബൈക്ക് ആക്സിഡന്റ് ആണോ. ഇവർ വാ തുറക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ വച്ച് കെട്ടിയപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഒരു മുറിവ് പോലും ഇല്ല, മുട്ടിന്റെ താഴോട്ട് ഒരു ഒരവ് പോലും ഇല്ല, മുറിവ് പോലും ഇല്ല. ഇത് എവിടത്തെ ബൈക്ക് ആക്സിഡന്റ് എന്നാണ് ഈ പോലീസുകാരന്മാർ പറയുന്നത്. സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഫോർട്ട് പോലീസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് മർദ്ദിച്ചെന്ന യുവാക്കളുടെ കുടുംബത്തിന്റെ ആരോപണം അപ്പാടെ തള്ളിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മദ്യപിച്ചെത്തിയ യുവാക്കൾ വഴിയിൽ വീണ് കിടക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ വിളിച്ചിട്ടാണ് സ്ഥലത്തെത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. നാട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് രണ്ടുപേരെയും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് അയച്ചതെന്നും ഫോർട്ട് പോലീസ് വിശദീകരിക്കുന്നു. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും എന്താണ് യുവാക്കൾക്ക് സംഭവിച്ചതെന്ന് കൃത്യമായി പറയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തിരുവനന്തപുരം മിതിർമല സ്വദേശികളായ ദിബിൻ, വിശാഖ് എന്നിവരെ പോലീസ് പിന്തുടർന്നെത്തി മർദ്ദിച്ചെന്നാണ് കുടുംബാംഗങ്ങളുടെ പരാതി. മദ്യപിച്ചതിനാൽ വാഹന പരിശോധനയ്ക്കിടെ ഇവർ ബൈക്ക് നിർത്തിയില്ല. തുടർന്ന് പോലീസ് ലാത്തിയെറിഞ്ഞ് വീഴ്ത്തിയെന്നും ഇതോടെ രണ്ടുപേരും ബൈക്കിൽ നിന്ന് വീഴുന്നെന്നും ബന്ധുക്കൾ പറയുന്നു. പോലീസുമായി ഇരുവരും ഉന്തും തള്ളുമുണ്ടായി. ഇതിനു പിന്നാലെ പോലീസ് രണ്ടുപേരെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് ബന്ധുക്കളുടെ പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 1 മാസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം 2 യുവാക്കൾ വീടുകളിലാണ് നിലവിലുള്ളത്. കേസിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് കുടുംബം അറിയിച്ചിരുന്നുവെങ്കിലും കാര്യമായ നീക്കങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്താണ് യുവാക്കൾക്ക് സംഭവിച്ചത് എന്നുള്ളത് അവ്യക്തമായി ഇപ്പോഴും തുടരുകയാണ്. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.